പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗവടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാരണ മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ, നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ, നാട്ടിലെ വീട് പോലും വിട്ടുപോയവരുണ്ട് ഈശോയെ. ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ടവരുടെ മനുഷ്യൻ്റെ കടുത്തേക്ക് കയറിക്കൊണ്ട് എപ്പോഴും ഒരു
ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിലെ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്. എന്താണ്? കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ കെട്ടണമെന്ന് തന്നെ മനസ്സിൽ തീരുമാനിക്കും, ഞാനൊരു കാരണവശാൽ അവിടെ പൊറുക്കത്തില്ല, വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ചു വരുവരും. അന്നേരം ആരോടും പറയത്തില്ല, കെട്ടിയാൽ പിന്നെ ഇവളെ പോകത്തില്ല. അതൊക്കെ എന്താ കാര്യം? ഇതിവിടെ താമസിച്ച് അവരുടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കുന്നതാണ്. പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം. അവൻ്റെ ജീവിതം കൊഞ്ഞട്ടെ, അത് പോയി. എത്ര മനുഷ്യരെ നശിപ്പിച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതിന് ഭീരുത്വമാണിൻ്റെ പിന്നെ എല്ലാം വരണത്, എല്ലാ വിഷയങ്ങളെല്ലാം. അപ്പം ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമെന്ന് ഈശോ പറഞ്ഞില്ലേ. ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർ ചിലപ്പോൾ ഒന്ന് ടേംസായി പോകാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഇപ്പോൾ കണ്ട ഈശോ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ, അത് നെഞ്ചത്ത് ഇടിച്ചും തരുന്നത്. അയ്യോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ടല്ലോ. ഈ ജോർദാൻ നദീമുഖത്ത് നിന്ന് യൂദയ മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇല്ലേ, ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന്, ട്രാൻസിഷനിൽ വരേണ്ടത്. ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ്. ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ, പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഷിഫ്റ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും, ചിലർക്ക് പ്രതിരോധിക്കാം, കയർക്കാം. ആ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം, പക്ഷെ വളരത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല. അതാണ് ഏറ്റവും വലിയ. എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ പേര് ജയ്. ഞാൻ ഗുജറാത്തിനാണ്. സോ ആക്ച്വലി ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. BCom ഗ്രാജുവേറ്റ് ആയിട്ട് 2021 ഗ്രാജുവേറ്റ് ആയത്. സോ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വന്നു. എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ ആക്ച്വലി വെളിയിൽ പോകാൻ വേണ്ടിയായിരുന്നു. സോ ഞാൻ മാൾട്ടയിൽ പോകാനായിരുന്നു. സോ ഞാൻ കേരളത്തിൽ വന്നു. ഞാൻ എൻ്റെ ആൻറ്റി അങ്കിളുടെ കൂടി പത്തനംതിട്ട റാന്നിയിലാണ് താമസിക്കുന്നത്. സോ ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് കിട്ടിക്കോളും, എനിക്ക് വിസ കിട്ടിക്കോളും എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ അത്രയൊന്നും, മമ്മിയൊക്കെ ആക്ച്വലി പ്രാർത്ഥിക്കുന്നുണ്ട്, ബട്ട് ഞാൻ അത്ര ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓക്കെ. അപ്പോൾ പിന്നെ മമ്മി ആക്ച്വലി ഏപ്രിലിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ബട്ട് മമ്മി 6 വിഷ് എഴുതാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എഴുതണ്ട, മമ്മിയുടെ എല്ലാം എഴുതിക്കോ, എൻ്റെ ഒന്ന് ആഡ് ചെയ്യേണ്ട, PCOS എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി പറയുവാണെങ്കിൽ എൻ്റെ PCOS എനിക്ക് മെഡിക്കേഷൻ ഇല്ലാതെ എൻ്റെ പീരിയഡ് റെഗുലറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മമ്മീനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ദാറ്റ് എൻ്റെ ഒന്നും എഴുതണ്ട, വിസയുടെ ഒന്നും എഴുതണ്ട, എൻ്റെ ഐക്കോലും ഞാൻ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ മെറിറ്റ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ട, ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ട, ചുമ്മാ വേറെ വിഷയമൊക്കെ എഴുതിക്കോന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം മമ്മി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് മമ്മി വിട്ട് കളഞ്ഞു. മമ്മിയൊക്കെ അത് ബാക്കിയെല്ലാം എഴുതിയിട്ട് മമ്മി പോയി. നമ്മളെല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ജൂലൈയിലൊക്കെ ആയപ്പോൾ എനിക്ക് റെഫ്യൂസൽഡ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നല്ലോ, എനിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ, പിന്നെ നിന്നെ ആയെന്നൊന്നും അറിയത്തില്ല. എന്നിപ്പോൾ ഇച്ചിരി ഡിപ്രസ് ആയി പോയി. ആക്ച്വലി മമ്മിയൊക്കെ എല്ലാവരും തിരിച്ച് ഗുജറാത്തിൽ പോയി, ഞാൻ മാത്രം കേരളത്തിലിരുന്നു. ഞാൻ അവിടുത്തെ എറണാകുളം പോകാൻ വരാനും ഒക്കെ ഈസി ആയിരിക്കും, അതുക്ക് വേണ്ടി ഞാൻ കേരളത്തിൽ തന്നെ ഇരുന്നു. സോ ഞാൻ തിരിച്ച് പോയില്ല. എൻ്റെ മമ്മി എല്ലാവരും പോയി, ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ ഓർത്ത് ജൂലൈയിൽ
എനിക്ക് കിട്ടുമ്പോൾ പിന്നെ എല്ലാവരും പോയാൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചതാണ്. എല്ലാവരും ഒക്കെ ബൈ എന്നൊക്കെ എല്ലാം പറഞ്ഞ് ഫെയർവെല്ലൊക്കെ ആയിട്ട് ഞാൻ വന്നതായിരുന്നു. തിരിച്ചു പോകാൻ ഇച്ചിരി ഇങ്ങനെ പോകാൻ ഇങ്ങനെ മനസ്സിലായിരുന്നു. സോ ഞാൻ പോയില്ല. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് ജൂലൈയിൽ എനിക്ക് റെഫ്യൂസൽ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇങ്ങനെ സങ്കടം വന്നു. ഇച്ചിരി ഡിപ്രഷനും പിന്നെ ആങ്സൈറ്റി പോലെ ഇങ്ങനെയൊക്കെ വന്നു. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താകും എന്തൊന്നും ആകത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ പിന്നെ എൻ്റെ ആൻറ്റിയും പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നീയും ഉടമ്പടി എടുത്തോ. ഇപ്പം ഞാൻ ജൂലൈ മാസത്തിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് 22 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ മാതാവിനെ അടുത്തോണ്ട് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. സോ എനിക്ക് അതൊരു എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും കിട്ടാനായിരിക്കും എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് ഞാൻ ഇച്ചിരി ഇങ്ങനെ ബിലീവ് വന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പറൊക്കെ ഇങ്ങനെ ടാസ്ക് ഒക്കെ അല്ലേ ഇങ്ങനെ ഒരു മിഷൻ പോലെയല്ലേ നമ്മൾക്ക് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ അങ്കിളുടെ കൂടി ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പേ ചാരിറ്റിക്ക് വേണ്ടി എല്ലാ ആൾക്കാളുകൾ വരുമ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പേപ്പർ റെയിൽവേ ഓട്ടോക്കാരും പിന്നെ കടക്കാരെയൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ കേട്ടാൻ തരത്തില്ല, ബട്ട് ഞാൻ വെളിയിൽ എല്ലാവരെയും കൊടുത്തായിരുന്നു. പിന്നെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ ഒക്കെ ആയപ്പോൾ എൻ്റെ മലയാളം ഇച്ചിരി ആർക്കും അത്ര മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ, ഞാൻ ആരുടെ അണ്ടറിൽ ജോലി ചെയ്യുക പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അവരെല്ലാവരും പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇപ്പോൾ നീ പിന്നെ വന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഓണർ വന്നു കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞത് ഫ്രീ അത് ഞാൻ ആരുടെ അണ്ടറിൽ ജോലി ചെയ്യുമല്ല, ഇത് ഞാൻ ഉടമ്പടി എടുത്തതാണ്. സോ എനിക്ക് അതെങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ നമുക്ക് പ്രവൃത്തികളൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തു. സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയി. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ, ഞാൻ ഒന്നും ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ ഞാൻ മാക്സിമം ടൈം ഇപ്പോൾ ബൈബിൾ വായിക്കുന്നു ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ഒത്തിരി ടെസ്റ്റ് മണിയൊക്കെ കാണുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ട് കൃപാസനം മാതാവേ അവേ മരിയാന്ന് ഒത്തിരി പ്രാവശ്യം എഴുതുന്നു. ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും എഴുതാമെന്ന് ഓർത്ത് എനിക്ക് കിട്ടുന്ന വരെ ഞാൻ എഴുതാമെന്ന് വെച്ചു. സോ എനിക്കൊരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ മാക്സിമം ഫുൾ പേജ് കംപ്ലീറ്റായി. ഫുൾ പേജ് ഇല്ല, ഹാഫ് പേജ് കംപ്ലീറ്റായി ഞാനിങ്ങനെ എഴുതി ഫുൾ തീരാറായി. അപ്പോൾ പിന്നെ ഞാനൊരു എൻ്റെ ഒന്നും ആകുന്നില്ലല്ലോ, ഞാനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ ഗ്രാജുവലി ഒക്കെ ഞാൻ ഇച്ചിരി ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിളിൽ ഞാൻ എവറി ഡേ 5 ചാപ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 5 ചാപ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാനെല്ലാം ഇങ്ങനെ നോക്കുവേ. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റാണ് തുടങ്ങിയത്. സോ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രോണിക്കിൾസ് വരെ ഞാൻ വായിച്ച് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ക്രോണിക്കിൾ തുടങ്ങുന്ന മുമ്പിൽ ഒത്തിരി ആൾക്കാരുടെ പേരുകളൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തോ എന്നത് നല്ല പേരുകൾ ഇങ്ങനെ ഒത്തിരി ഹാർഡൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ജമ്പ് ചെയ്യാൻ ഓർത്ത് ഈശോയുടെ ഒക്കെ എല്ലാം നോക്കാമല്ലോ എന്ന് ഓർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയി. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയപ്പോൾ ഞാൻ എല്ലാം റീഡിങ് ചെയ്യുമ്പോൾ എവറി ഡേ 5 ചാപ്റ്റേഴ്സ് വായിക്കുന്നുണ്ടല്ലോ. സോ 5 ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഊഹിച്ച് വെക്കുവേ ആ ഡേറ്റിൽ അത്ര 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അത്ര ഡേറ്റിൽ അത്ര ഉണ്ടായിരിക്കും ഇങ്ങനെ. അപ്പോൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ 28 ചാപ്റ്ററിൽ പൗലോസ്ലിയ മാൾട്ടായി പോകുന്ന ഫുൾ വേഴ്സും ചാപ്റ്റേഴ്സും ഉണ്ട്. സോ ഞാൻ ഓർത്തു അത് ഏത് ദിവസം വരണേന്ന് ചുമ്മാ ഇങ്ങനെ അസംഷൻ ചെയ്ത് വെച്ചു. ഏത് ഡേറ്റിലാണ് ഞാൻ മാൾട്ടയുടെ വായിക്കാൻ പോണ അത് ഏത് ഡേറ്റിൽ വരും എന്ന് അത് നോക്കി അസംഷൻ ചെയ്തു. അത് ചെയ്തപ്പോൾ 6th ഡിസംബറിലാണ് എനിക്കത് വായിക്കാൻ വരണേ. അപ്പം ഞാനോർത്തു ഓക്കെ 6th ഡിസംബറിൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടിക്കൊള്ളുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാനോർത്തു ഓക്കെ ഞാൻ വായിച്ചു. പിന്നെ ലാസ്റ്റിൽ പിന്നെ എൻ്റെ 5th ഡിസംബർ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ദാറ്റ് എൻ്റെ ഡിസ്പാച്ച് ആയിട്ടുണ്ട്, കേരളത്തിൽ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പേടിച്ച് പോയി. അയ്യോ ഇപ്പോൾ തിരിച്ച് റെഫ്യൂസലായിരിക്കുമോ ഇങ്ങനെ പേടിച്ചിങ്ങനെ ടെൻഷനില്ലായിരുന്നു. സോ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് മാതാവ് തന്നോലും. പിന്നെ ഞാൻ 10:40 ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നതായിരുന്നു കേരളത്തിൽ വന്നു. 10:40 പറഞ്ഞാൽ എന്തുവാ, മാതാവിൻ്റെ പണ്ടത്തെ ഗ്രോട്ടോയിൽ ടൈം ഉണ്ടായിരുന്നല്ലോ 8ഉം 10യുടെ അത് 10:40 ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 10:40 എനിക്ക് കിട്ടി. അപ്പം മാതാവ് ഇച്ചിരി ഒരു സൈൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് സൈൻ പിന്നെ ഞാൻ ഓർത്തു ഓക്കെ എൻ്റെ കിട്ടി. പിന്നെ എറണാകുളത്തിൽ വന്നത് 250 സംതിങ് ആയപ്പോലെ. അത് 250 ഞാനിങ്ങനെ വിചാരിച്ചു മാതാവ് ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് ക്ലോക്കിൽ. അപ്പം ഈ കൈ വരണേ 2 o'clock, ഈ കൈ വരണേ 10 പറഞ്ഞാൽ 50. സോ 250 എനിക്ക് എറണാകുളത്തിൽ വന്നു അങ്ങനെ നമ്മൾ ഡിസ്പാച്ചിൽ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഇപ്പോൾ ഷോറാ മാതാവ് തന്നെയായിരിക്കും എൻ്റെ ചെയ്യുന്നതിന്. പിന്നെ ആ ദിവസം തന്നെ രാവിലെ ഞാൻ അച്ഛൻ്റെ ടോക്കൺ കേട്ടോണ്ടിരിക്കുക. എനിക്ക് അത്ര മലയാളം അത്ര
പ്യുവറായിട്ട് അറിയില്ല. സോ എനിക്ക് ഇച്ചിരി കേൾക്കാൻ അറിയാൻ വന്നു. 4 നമ്പറുടെ ഡിജിറ്റ് എന്തെങ്കിലും പ്രത്യേകം ഉണ്ട്, ബൈബിളിൽ ഒത്തിരി ഉണ്ട്, ഇങ്ങനെ എന്തോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനോട് തൊയ്യോ അത് വന്നല്ലോ, 1040 ഡേ കണ്ടു, പിന്നെ 250 ഡേയും കണ്ടു. ഇപ്പം എൻ്റെ എപ്പോൾ കിട്ടും ഒന്നും അറിയില്ല. സോ അത് ഞാൻ നോക്കിയപ്പോൾ 4 മണിക്ക് കിട്ടുമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ബട്ട് 4 മണിക്ക് വന്നില്ല. ബട്ട് 4:14 ആയപ്പോൾ എനിക്ക് ഒരു ഫോൺ വന്നു, ഏജൻസീനാ ഫോൺ വന്നപ്പോൾ ഞാനോർത്ത് ഹലോ പാസ്പോർട്ട് വന്നേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ച് ഫോൺ കട്ടാക്കിയിട്ട് ഞാൻ പ്രത്യക്ഷ എല്ലാം പ്രാർത്ഥന എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ പപ്പയാ ഫോൺ വിളിച്ചത്. അപ്പോൾ പപ്പാനെ ആക്ച്വലി ഏജൻസിക്കാർ ഞാൻ ഫോൺ കട്ടായെന്ന് പപ്പാനെ വിളിച്ച് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 5th ഡിസംബറിൽ എനിക്ക് മാൾട്ടയുടെ വിസ കിട്ടി. 6th ആയിരുന്നല്ലോ, ബട്ട് അതിന് മുമ്പ് എനിക്ക് കിട്ടി. സോ 5th ഡിസംബറിൽ എനിക്ക് മാൾട്ടയുടെ വിസ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സന്തോഷത്തിലായി. പിന്നെ ഞാൻ ഓർത്ത് താങ്ക് യു ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഒരു ജപമാല ഫുള്ള് ആ സമയത്ത് എനിക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ആൻറ്റിമാരെയും എല്ലാവരും പറഞ്ഞു. ഞാൻ ആൻറ്റിയുടെ കൂടിയിലാണല്ലോ താമസിക്കുന്നത്. സോ ആൻറ്റീനൊക്കെ പറഞ്ഞു, ആൻറ്റിയൊക്കെ എല്ലാവരും ഇങ്ങനെ കരയും. ഒത്തിരി ഞാൻ 7 months ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. സോ ഞാൻ ഇച്ചിരി സങ്കടത്തിലായിരുന്നു ആദ്യമേ തൊട്ട്. സോ അതൊക്കെയായി. പിന്നെ എനിക്ക് 5th ഡിസംബറിൽ കിട്ടി. ഇപ്പോൾ 15th ഡിസംബറിൽ ഞാൻ മാൾട്ട പോവാണ്. സോ എനിക്ക് അതെല്ലാം തന്നതിന് മാതാവിന് കോടാനക്കോടി നന്ദി. ഞാനിവിടെ എൻ്റെ പേര് ശോശാമ്മ ജോസഫ്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് തേവര കോളേജിൽ സെക്യൂരിറ്റിയായിട്ട് ജോലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് എന്തോ ഈ ഒരു കാരണവശാൽ ജോലിയിൽ നിന്നും പുറത്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞൊരു ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് പോയ സ്ഥലത്തുനിന്ന് തന്നെ ജോലിയേക്ക് ചെല്ലാൻ പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. ഈ നവംബർ 1-ാം തീയതി ജോലിക്ക് പ്രവേശിച്ചു. ഞങ്ങൾ അത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ശ്വാസം മുട്ടലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കാശ് രൂപമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി 34 വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലും മാറി. ഞങ്ങൾക്ക് ഇപ്പോൾ സമാധാനം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പുള്ളിക്ക് പള്ളിയിൽ പോകാൻ ഞായറാഴ്ച ദിവസം മാത്രമേ പറ്റുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാതാവ് കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പോൾസി ജെനി. ഇതെൻ്റെ ഹസ്ബൻഡ് ജെനി ജോസ്. ഞങ്ങൾ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മാപ്രാണം ഹോളി ക്രോസ് ഇടവകാംഗങ്ങളാണ്. ഞാനിവിടെ ഏപ്രിൽ 2022 ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കൃപാസനം പത്രത്തിൽ നിന്നാണ് കൃപാസന മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ അറിയാനിടയായത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിലൂടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് 6 വർഷത്തോളമായിട്ട് PCOD ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് പീരീഡ്സിൻ്റെ ആദ്യത്തെ 2 ദിവസം ഓവർഫ്ലോ ആയിരുന്നു. ഒട്ടും പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഓവുലേഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില മാസങ്ങളിൽ പീരീഡ്സ് വന്നിരുന്നില്ല. മരുന്നുകൾ കഴിക്കുമ്പോൾ വരും, പിന്നീട് പഴയ സ്ഥിതി തന്നെയായിരുന്നു. ആ സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ഇതുവരെ PCODയുടെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതോടുകൂടെ തന്നെ ഒരു 8 വർഷത്തോളമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് തലകറക്കമുള്ള വ്യക്തിയായിരുന്നു. അതായത് തലകറക്കം വരും. അത് എനിക്ക് കുർബാനയിൽ ശരിയായി പങ്കെടുക്കാൻ പറ്റിയില്ല. പള്ളിയുടെ ബാക്കിലൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ചെന്നിരിക്കുക. അതുപോലെ കുർബാന സ്വീകരിക്കാൻ ലൈനായിട്ട് വന്ന് എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്യൂ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വയറിന് പ്രോബ്ലംസ് വരും. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയായി. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പറ്റി. അപ്പോൾ ഡോക്ടർ എന്നെ കണ്ടിട്ട് പോലുമില്ല. ഡോക്ടർ എൻ്റെ 1-2 ലക്ഷണങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഇതൊക്കെയാണോ നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെയാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് നോർമലാണ്, പക്ഷെ മരുന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു വെറുതെ TSH നോക്കിയിട്ട് കാര്യമില്ല, T4 T3 ഒക്കെ നോക്കേണ്ടി വരും, അതുപോലെ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അതിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് ESR കണക്കല്ലാണ്ട് കൂടുതലായിരുന്നു. ഞാൻ കഴിച്ചിരുന്നത് ഓവർഡോസ് ആയിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ എൻ്റെ തൈറോയിഡ് മാറിയിരുന്നിരിക്കാം. ഞാൻ മരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ അത് ഓവർഡോസ് ആയിരുന്നു. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ കൃത്യമായിട്ട് രോഗം മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പം മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇതുപോലെയൊന്നും എനിക്ക് നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇന്ന് കുർബാനയ്ക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയ മാതാവിന് നന്ദി പറയാണ്. അതുപോലെ അതിലും ഒരു 8 വർഷത്തിൽ കൂടുതലായിട്ട് നന്നായി മുടി കൊഴിച്ചിൽ അനുഭവിച്ചിരുന്നു ഞാൻ. അതായത് നമ്മൾ കുമ്പിട്ട് മുടി കോന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മുടി കൊഴിയും, വിഗിൻ്റെ അവസ്ഥയിൽ വരെ എത്തുമെന്ന് പേടിച്ചിട്ടുണ്ട് ഞാൻ. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുടി കൊഴിച്ചിൽ നല്ലപോലെ കുറഞ്ഞു. എനിക്കിപ്പോൾ ആ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഫീൽ ചെയ്യാറേ ഇല്ല. അതുപോലെ ഇനി എൻ്റെ അപ്പച്ചന് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. അതായത് അപ്പച്ചന് ഒരു ദിവസം പെട്ടെന്നാണ് യൂറിൻ കളർ ചേഞ്ചിൽ പോയി തുടങ്ങി, ഭയങ്കര വയറുവേദനയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പച്ചന് കിഡ്നി സ്റ്റോൺ ആയിരുന്നു. 2 സ്റ്റോൺ ഉണ്ടായിരുന്നു, 5 mm-ൻ്റെയും 12 mm-ൻ്റെയും. ചെറിയൊരു ചക്കക്കുരുവിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. അത് കിഡ്നിയിലായിരുന്നില്ല, അത് ട്യൂബിലോട്ട് ഇറങ്ങി ബ്ലോക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര പെയിനായിരുന്നു ആൾക്ക്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനാണ് വഴി, മരുന്ന് കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചന് ഓപ്പറേഷൻ ടെൻഷനായതുകൊണ്ട് തന്നെ ഒറ്റമൂലിയൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ആരും ഉറപ്പ് പറഞ്ഞില്ല, ഒട്ടും മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല, വേണമെങ്കിൽ വേദന കുറച്ച് തരാം, അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയ്ക്ക് നമ്മുടെ ഉടമ്പടി തൈലം കൊടുത്തിരുന്നു. അപ്പം അമ്മ അത് യൂസ് ചെയ്തു. അമ്മ മാതാവിൻ്റെ രൂപം അടുത്ത് വെച്ചിട്ട് അപ്പച്ചൻ്റെ മേൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും മരുന്ന് കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും കുറയാതിരുന്ന കല്ല് 4ാമത്തെ പ്രാവശ്യം ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ട് പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ആ കല്ല് അവിടെ ഇല്ല എന്നായിരുന്നു. അപ്പച്ചന് വേദന പോലും അധികം അനുഭവിക്കാതെ ആ കല്ല് എങ്ങനെയോ പുറത്തു പോയി. അത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയായിരുന്നു. അടുത്തത് ഞങ്ങളുടെ ഒരു എൻ്റെ വീട്ടിൽ നടന്ന ഒരു കേസായിരുന്നു. അതായത് 10 വർഷമായിട്ട് ഒത്തുതീർപ്പാവാതെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടും അത് തീരാതെ അപ്പീൽ കൊടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് അവർ തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ ഒത്തുതീർപ്പായി, അളവ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു കുടുംബത്തിൻ്റെ ഒരു ടെൻഷൻ മാതാവ് തീർത്തു തന്നു. അടുത്തത് എൻ്റെ മകൾക്ക് ഉണ്ടായ ഒരു സാക്ഷിയാണ്. അതായത് എൻ്റെ മകൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് ഒരുപാട് നാൾ വീട്ടിലിരുന്നിട്ട് പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടി. വീട്ടിൽ കുഴപ്പമില്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി. എന്തോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവണില്ല, ശ്വാസം മുട്ട് വരിക, പെട്ടെന്ന് ടെൻഷൻ കയറുക. അപ്പം ഞാൻ ഓട്ടോയിൽ എന്നെ വിളിച്ചു പറയും, ഞാൻ ഓട്ടോയിൽ പോയിട്ട് അവളെ കൊണ്ടുവരും. ഇത് സ്ഥിരമായിപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ ടീച്ചേഴ്സ് സംസാരിച്ചിട്ട് അവൾ ഓക്കെ ആവണില്ല. അപ്പോൾ അവൾക്കൊരു വാശി, ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച എൻ്റെ അസുഖം മാറും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല, ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ടായില്ല. എന്തോ ദൈവസഹായം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഞങ്ങൾക്കന്ന് കാണാൻ പറ്റി. അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ നന്നായി പഠിക്കും, നല്ല ആക്റ്റീവായിരുന്നു. അവൾക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ 1-2 സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ടാണ്, ആളുടെ മോൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടിയിടിച്ചിട്ട് വീണു. അപ്പോൾ തല തട്ടിയോന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു. പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കുക, ചായ കുടിച്ചത് ഛർദിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ നേർച്ച വസ്തു ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വെള്ളത്തിൽ ഉപ്പ് കലക്കി മോന് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ല, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ നേർന്നു, മോനൊരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ മോൻ തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ മോനൊരു കുഴപ്പമില്ല, അത് വീണതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടോ വയറ് ഇതായതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മോനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ആൾ ക്രൈസ്തവരാണ്. അവർ മാതാവിലും എല്ലാത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു. ആൾക്ക് ഡെലിവറിയിൽ കൊച്ച് പുറത്തേക്ക് വരുന്ന ടൈമിൽ തല പുറത്തേക്ക് വന്നു, അവിടെ വെച്ചിട്ട് ബ്ലോക്കായി. അപ്പോൾ ബ്രെയിൻ ഡെഡായിപ്പോയി. അപ്പോൾ ഒരു 99% കൊച്ചിന് കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞതാണ്.
ആ സമയത്താണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മാതാവുണ്ട്, പ്രാർത്ഥിച്ച് നടക്കും, അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം എന്തു പറഞ്ഞാലും ചെയ്യാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. അപ്പോൾ ആളാണെങ്കിൽ മഠത്തിലൊക്കെ പഠിച്ചതായതുകൊണ്ട് കൊന്ത ചെല്ലാനൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വഴി ഇവിടെ ഉടമ്പടി എടുത്തൊരു ചേച്ചി വഴി തന്നെ തൈലം അവിടെ എത്തിക്കാൻ പറ്റി. അപ്പോൾ ഉണ്ണീനെ തേക്കാൻ അവർ ഡോക്ടേഴ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നെറ്റീമ തൈലം തേച്ച് പ്രാർത്ഥിച്ചാൽ മതി, മോൾക്ക് എന്തായാലും ഉണ്ണിക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 99% പോലും ഹോപ്പില്ലാതിരുന്ന ഒരു കേസായിരുന്നു. എന്നിട്ട് ആ ചേച്ചി എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നത്, ഇപ്പോൾ തന്നെ ശ്വസിക്കാൻ തുടങ്ങി, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി സ്വയം ശ്വസിക്കുന്നുണ്ട്, ഉണ്ണിക്ക് ഒരു 80% നല്ല മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ണി റിക്കവറായി വരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ സ്വർഗസ്ഥനായ പിതാവിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് രാഖി, ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2020 എൻ്റെ കസിൻ വഴിയാണ് ഞാനിത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ MCOM പാസ് ഔട്ടായി കഴിഞ്ഞ് 2 years എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയൊക്കെ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ പുറത്ത് പോകുന്ന അറ്റംപ്റ്റൊക്കെ ഫെയിലിയർ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ 2020 ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതായത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു പ്രാർത്ഥന മാത്രം മതിയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് വന്നു. മാതാവ് തന്നെ എനിക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കാനഡയുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് IELTS ആണല്ലോ. അപ്പോൾ IELTSന് വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ വന്ന് ഞാനിവിടെ അമ്മയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ IELTS എനിക്ക് ഭയങ്കര പാടൊക്കെ ആയിരുന്നു. 3 മൊഡ്യൂൾസ് എല്ലാം ഭയങ്കര പാടായിരുന്നു. ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നായിരുന്നു. ഞാൻ സാക്ഷി എഴുതി കൊടുത്തേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുകയായിരുന്നു. കോളേജിലും അപ്ലൈ ചെയ്തു. ഒരു 3-4 വീക്സിനുള്ളിൽ തന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് എനിക്ക് ആദ്യം തന്നെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫീസിൻ്റെ കാര്യമാണെങ്കിലും ബയോമെട്രിക്സ് ആണെങ്കിലും പിന്നെ തുടർന്നുള്ള വിസ സബ്മിഷൻ വരെ എല്ലാം കറക്റ്റായിട്ട് ഭംഗിയായിട്ട് രീതി നടന്നു. പിന്നെ വിസ സബ്മിറ്റ് ചെയ്തു. November 15 ആയപ്പം വിസയുടെ ഡിസിഷൻ വന്നു. അത് റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും റിജക്ഷൻ വന്നല്ലോ. പക്ഷേ എന്നാലും ഞാനും ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ അമ്മയിലും ഈശോയിലും മുറുകെ പിടിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളും ബൈബിൾ വായനയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്ട്രോങ് ആക്കി. ജപമാല അറിയത്തില്ലായിരുന്നു. പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. അങ്ങനെ എല്ലാം സ്ട്രോങ് ആക്കി. രോഗികളെ സന്ദർശനമാണെങ്കിലും ഈ ഫുഡുണ്ടാക്കി വഴിയരകത്തിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി. അതെല്ലാം സ്ട്രോങ് ആയിട്ട് നടന്നു. എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാതാവിനോട്. എനിക്ക് December 9 എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവ് തരണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് January 9 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ ആദ്യമേ വന്ന് പറയത്തുള്ളൂ, എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കാനഡയുടെ അവിടെ 9th ആയപ്പം എനിക്ക് വിസ അപ്രൂവൽ ലെറ്റർ കിട്ടി. ഞാൻ നാളെ ടിക്കറ്റ് എടുക്കും. 3rd പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല തലവേദനയായിരുന്നു. ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഈ വെയിലൊക്കെ അടിക്കുമ്പോഴും നല്ല തലവേദനയായിരുന്നു. പിന്നെ വൈകിട്ട് വന്നാൽ ടാബ്ലറ്റ് കഴിക്കാതെ എനിക്ക് എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ തലവേദന എനിക്കിപ്പോൾ ഇല്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിലും മുട്ടുവേദന ഏകദേശം ഒരു 30 വർഷത്തോളമായി അമ്മയുടെ കാലിന് നല്ല വേദനയൊക്കെ ആയിരുന്നു, നീരൊക്കെ ഉണ്ടായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം എന്ന് തേച്ച് തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അമ്മയുടെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട്. ഇപ്പം കാലൊക്കെ മടക്കാനൊക്കെ പറ്റും. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു വട്ടം വോമിറ്റിങ് വന്നപ്പോഴും ചെസ്റ്റിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ECG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വേരിയേഷൻ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പം അമ്മ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി ജോർജ്. ഞാൻ എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു.
2018 ആദ്യമായിട്ടാണ് എനിക്ക് കൃപാസന പത്രം കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. കൃപാസന പത്രം എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പത്രം വായിച്ചു. ആ പത്രത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ കണ്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് കൊടുത്തു. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്രകാരം തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അതിൽ ആദ്യത്തെ നിയോഗമായ എൻ്റെ മോൾക്ക് പഠിത്തത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അത് പ്രകാരം അവൾക്ക് ബിടെക്കിന് ഒരു സെമസ്റ്ററിൽ ഒരു സപ്ലി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ റീവാലുവേഷന് കൊടുത്തോളാം പറഞ്ഞു. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനത് എഴുതുന്നില്ല, ഞാൻ വീണ്ടും സപ്ലി എഴുതിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ എന്തായാലും റീവാലുവേഷന് കൊടുത്തോ, ബാക്കി കാര്യങ്ങളൊന്നും നീ അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് പ്രകാരം അവൾ മനസ്സോടെ റീവാലുവേഷന് കൊടുത്തു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൾ റീവാലുവേഷനിൽ പാസ്സാകുമെന്ന്. അവൾ റീവാലുവേഷനിൽ പാസ്സായി. അവൾക്ക് സപ്ലി ഇല്ലാതെ തന്നെ അവൾ ബിടെക്ക് പാസ്സായി. അതുപോലെ തന്നെ അവൾ വീണ്ടും MBAക്ക് ചേർന്നു. MBAക്ക് ചേർന്നപ്പോഴും അവളുടെ 3 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു. ആ 3 സെമസ്റ്ററിലും അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സായി. ഇനി ഒരു സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അതും നല്ല റിസൾട്ട് അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 12 വർഷത്തോളം ഞാൻ വിൽക്കുവാൻ ആഗ്രഹിച്ച എൻ്റെ വീടും സ്ഥലവും, വീട്ടിലേക്ക് പോകാനുള്ള ചെറിയ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വിൽക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു ആ സ്ഥലം വീടും വിൽക്കുവാനായിട്ട്. വിറ്റ് കഴിഞ്ഞാൽ പുതിയ വീട് വാങ്ങാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റ കാശ് എങ്ങനെയെങ്കിലും ചിലവായി പോകുമോ എന്നുള്ള പേടിയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഈ 12 വർഷക്കാലം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെന്നറിയില്ല ഒരു ധൈര്യം വന്നു. ഉടമ്പടി എടുത്ത് ഒരു 1 അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലം വിൽക്കുവാനും അതിനേക്കാളും നല്ല സൗകര്യങ്ങളോട് കൂടിയ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വിൽക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ വീടും വിൽക്കുവാൻ സാധിച്ചു. അതിന് ശേഷം അതിൻ്റെ ആധാരം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോരോ പേപ്പറുകൾ ശരിയാക്കുമ്പോഴും വീണ്ടും ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നപ്പോൾ ആ നിയോഗവും കൂടെ ഞാൻ വെച്ചു. എത്രയും വേഗം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൂടെ ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി വെച്ചിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ ആധാരവും നടന്നു. പിന്നീട് 2022 ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ കയറാൻ സാധിക്കാതെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലിയിലാണ് എൻ്റെ വീട്ടിലുള്ള ഏക വരുമാന മാർഗം. എൻ്റെ മോൾ പഠിക്കുകയാണ്. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ശരിക്കും ഒത്തിരി സങ്കടം വന്നു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറേ നന്മ നിറഞ്ഞ മറിയാമേയും ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. പിന്നത്തെ ആഴ്ചയും ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി. ഈ 2 ആഴ്ചയും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചു, പക്ഷെ കാണാൻ സാധിച്ചില്ല. പിന്നീട് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി സിസ്റ്റർ-ഇൻ-ലോയുടെ കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്ന് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്ന 1000 അനുഗ്രഹങ്ങൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിദിയ ജോഷി. ഞാൻ വരുന്നത് മുട്ടുച്ചിറ കോട്ടയത്ത് നിന്നാണ്. ഞാനിവിടെ മെയ് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്, ഈ വർഷം തന്നെ. അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് OETയുടെ എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വിദേശത്ത് ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ എക്സാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എനിക്ക് റീഡിങ്ങിന് സ്കോർ കിട്ടിയില്ല, C ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റീഡിംഗ് ഒന്ന് എനിക്കിത് കയറ്റി തരണമേ എന്ന്. എനിക്ക് റീഡിങ് കയറ്റി തന്നു. എനിക്ക് 350 മാർക്ക് റീഡിങ് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ലിസണിങ് കിട്ടിയില്ല. ഞാൻ വീണ്ടും വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ എനിക്ക് ലിസണിങ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അമ്മ എനിക്ക് ലിസണിങ്ങും തന്നു. പക്ഷേ എനിക്കപ്പം സ്പീക്കിങ് വീണ്ടും പോയി. അപ്പോൾ ഈ സ്പീക്കിംഗ് എനിക്ക് 2 തവണ 340 മാർക്കായിരുന്നു. അപ്പോൾ ഞാനത് റീവാലുവേഷൻ കൊടുത്തിട്ടും എനിക്ക് 340 തന്നെ. ഞാൻ 3ാമത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ എനിക്ക് സ്പീക്കിംഗ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് 340 എന്നുള്ളത് 350 കയറി. അപ്പോൾ കിട്ടിയിരുന്ന വിഷയം എനിക്ക് വീണ്ടും തന്നു. അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് ഉടമ്പടി പുതുക്കുന്നത്. പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം കിട്ടിയോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്.
അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് പത്രം കിട്ടുന്നുണ്ട്, പക്ഷേ ഞാനത് ഞാനായിട്ട് കൊടുക്കുന്നില്ല, ഞാൻ എൻ്റെ പപ്പാടെ കൊടുക്കുന്നു, പപ്പ പത്രം എല്ലാവർക്കും കൊടുക്കുന്നു. പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകുമെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ പോകത്തില്ല, കുമ്പസാരവും മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. പത്രവും ഞാൻ തന്നെ എല്ലാവർക്കും വഴികളിലൂടെ നടന്ന് ഞാൻ എല്ലാവർക്കും തന്നെ പത്രം കൊടുത്തു. ഞാൻ എന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ 5ാമത്തെ തവണയാണ് അവസാനമായി ഞാൻ OET എഴുതുന്നത്. അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൂടി. അപ്പം എൻ്റെ ക്ലബിംഗ് സ്കോർ തീരും. ഞാൻ പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഇനി പഠിക്കാൻ നിൽക്കുന്നില്ല, എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, ഇനി ഇത് കൂടുതൽ പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കുക മാത്രമേ അമ്മ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു 90% പ്രാർത്ഥിക്കുമായിരുന്നു ആ എക്സാമിൻ്റെ സമയത്ത്. ദൈവം സഹായിച്ചാൽ 340 എന്നുള്ളത് 380 എനിക്ക് ലിസണിംഗ് ആണെങ്കിൽ 370 മാർക്കും, റീഡിങ് 350 മാർക്കും, റൈറ്റിംഗ് 300 മാർക്കോട് കൂടി അമ്മ UK സ്കോർ തന്നെ എന്നെ പാസ്സാക്കി. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടി. ഈ ഡിസംബർ 6-ാം തീയതി എൻ്റെ CBTയുടെ എക്സാം ആയിരുന്നു. അതിനും എനിക്ക് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പഠിച്ചു കൊള്ളാം, പക്ഷേ അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നാലും ഞാൻ പരിശുദ്ധ കുർബാന ഞാൻ മുടക്കിയില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. CBTയും ഞാൻ നല്ല മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. 21-ാം തീയതിയിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ്. പിന്നെ 2ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയിട്ടതല്ല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ പെട്ടെന്ന് വന്നു. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ. അപ്പം ഞാനൊരു നേഴ്സ്, അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് നല്ലപോലെ ഉരുണ്ടാണ് കിടക്കുന്നത്. ഞാൻ അമ്മയോട് പേടിപ്പിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അമ്മയെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മ അത് എണ്ണ വെച്ചു, അമ്മ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഫ്ലൂയിഡ് അക്യുമുലേഷനാണ്. അതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ആ മുഴ അപ്രത്യക്ഷമായെന്നാണ്. അവിടെ ഒരു പാട് പോലും ഇല്ല. പിന്നെ ഞാൻ ഈ OETയുടെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് കമന്ന് കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, നീ കൃപാസനത്തിൽ പോകുന്ന കുട്ടിയാണോ? ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ കൃപാസനത്തിൽ പോകുന്നൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കൃപാസനത്തിലൊരു സാക്ഷിയാണ്, എനിക്ക് കൃപാസനത്തിൽ സാക്ഷിയായ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങൾ നമ്പർ തരുമോ? എനിക്ക് കൃപാസനത്തിൽ അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? ഒത്തിരി ആൾക്കാരുടെ അടുക്ക് വന്ന് ചോദിച്ചിട്ടുമുണ്ട്, ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ കൂട്ടുകാരിക്ക് 2 പേർക്കിന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതിയത്. അവർ 2 പേരും +2-ന് 98% മാർക്കോടെ പാസ്സാകുകയും 2 പേർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇത്രയും ഉപകാരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മ ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു.